ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാലോ? ഞാൻ ഉച്ചയ്ക്ക് അനിയൻ പമ്പിലേക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെ അവൻ്റെ കൂടെ അങ്ങനെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയി. ചേച്ചീനെ കൂട്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ദാ ചേച്ചീൻ്റെ അടുത്തെത്തിയപ്പോൾ ചേച്ചിക്ക് കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അനിയൻ തന്നു. ചേച്ചി അവിടെ ഞങ്ങൾ കണ്ടപ്പോൾ നോക്കിയിട്ട് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ റൂമിലെത്തി അവളവിടെ ഇരുന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആണ് ഈ സംസാരം കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ദാ 2 പ്രാവുകൾ, ഇണപ്രാവുകൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊന്നും നോക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടിയെടുത്ത് സൂര്യയിലേക്ക് പോന്നു. നമ്മുടെ സ്വന്തം സൂര്യ സിൽക്സ് തിരുവമ്പാടി കേട്ടോ. അങ്ങനെ അവിടേക്ക് പോന്ന് എനിക്ക് ടോപ്പ് നോക്കുകയാണ്. എനിക്ക് ടോപ്പ് നോക്കുമ്പം വലിയ പ്രശ്നം ഫീഡിങ് ടോപ്പാണല്ലോ. അങ്ങനെ അതിലാണെങ്കിൽ കളക്ഷൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവുകയില്ല. ഇപ്പോഴൊക്കെ നല്ല മാറ്റമുണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല. എൻ്റെ ചേച്ചിമാരൊക്കെ ചുരിദാറിൽ തന്നെ സിബ്ബ് വെച്ചിട്ടൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ കുറേ ഫീഡിങ് ഡ്രസ്സുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, നല്ല മോഡൽ ഇറങ്ങുന്നുണ്ട്, ഭാഗ്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2 ഫോട്ടോ എടുത്തു. അങ്ങനെ ആ കാപ്പി ഡ്രസ്സ് നോക്കി, അതെനിക്കിഷ്ടമായില്ല. വേറൊരു ഡ്രസ്സായിട്ട് എടുത്തത്, ഫീഡിങ് അല്ലാത്ത, എന്നിട്ട് സെപ്പറേറ്റ് സിബ്ബ് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവൾ എന്നെ തിരുമ്പടി സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. ഞാൻ KSRTC ബസ് കയറി കൂടരഞ്ഞിയിലേക്ക് പോയി. കൂടരഞ്ഞി എനിക്ക് ആ ഡ്രസ്സ് ഷേപ്പാക്കാണ്ടായിരുന്നു. അങ്ങനെ അത് ഷേപ്പാക്കിക്കൊണ്ടിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഷേപ്പാക്കി കിട്ടിയത്. അങ്ങനെ മഴയൊക്കെ പെയ്തു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബസ്സല്ല, ഏട്ടൻ്റെ കൂടെ പോന്നു.